നന്നായിട്ട് അറിയിച്ചോളൂ. ഭാവന അന്ന് സംഭവിച്ചത്. അപ്പം വാങ്ങി വരുവാനാണ് അമ്മ അന്ന് എന്നെ കടയിലേക്ക് പറഞ്ഞു വിട്ടത്. മലമുകളിലാണ് എന്റെ വീട്. കടയിൽ പോകാതെ സാധനം വാങ്ങാനും മലയടിവാരം വരെ ചെല്ലണം. ഞാൻ ധൃതി പിടിച്ച് താഴേക്ക് നടന്നു. ഓടിയും നടന്നും ഞാൻ വേഗം മലയടിവാരം എത്തി. താഴെ അത് തിബിരിയാസ് തടാകം സൂര്യകിരണങ്ങേറ്റ് സ്ഫടികം പോലെ തിളങ്ങുന്നുണ്ട്. ഇവിടെ കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. കണ്ട് രസിച്ച് നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ സമയമില്ല. കയ്യിലുണ്ടായിരുന്ന സഞ്ചി ഉടനെ ചില്ലറ തൊട്ടി നോക്കി 5 അപ്പം വാങ്ങാനുള്ള കാശുണ്ട്. ഞാൻ അത് കടക്കാരന്റെ നേരെ നീട്ടി. കടക്കാരൻ വൃദ്ധൻ പരിചയക്കാരനാണ്. കാശ് വാങ്ങി ഒരു പൊതി എന്റെ കയ്യിൽ വെച്ചു തരുമ്പോൾ പതിഞ്ഞ സ്ഥലത്തോട് അദ്ദേഹം മന്ത്രിച്ചു. 2 മീൻ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ കഴിച്ചിട്ട് കാലം മറന്നു. ഞാൻ തിരികെ വീട്ടിലേക്ക് നടന്നു. മല പകുതി കയറി. പെട്ടെന്ന് ഒരു ആൾക്കൂട്ടം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചെറിയ ആൾക്കൂട്ടമല്ല, 10,000 പേരുണ്ടാവും. എന്താണ് അവിടെ നടക്കുന്നതെന്നറിയാൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഞാൻ നുഴഞ്ഞു കയറി. മുന്നിലെത്തിയപ്പോൾ മലയുടെ പൊക്കം കൂടിയ ഒരു സ്ഥലത്ത് ഒരു ഗുരുവിനെ പോലെ തോന്നിക്കുന്ന ഒരാൾ മനുഷ്യനിരുന്ന് ജനക്കൂട്ടത്തെ ഉപദേശിക്കുന്നു. എല്ലാ ആളുകളും വളരെ ശ്രദ്ധയോടെ അദ്ദേഹം പറയുന്നത് കേട്ടു നിൽക്കുന്നുണ്ട്. എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഞാൻ 2 മിനിറ്റ് ശ്രദ്ധിച്ചു. 2 മിനിറ്റ് ശ്രദ്ധിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ പരിസര ബോധം വന്നത് അദ്ദേഹം സംസാരിച്ചു നിർത്തിയപ്പോഴാണ്. ചുറ്റും നോക്കി ഞാൻ ഞെട്ടി. സൂര്യൻ അസ്തമിക്കാറായിരുന്നു. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് പുറത്തു കിടക്കണം. കയ്യിലെ ആഹാരപ്പൊതി മുറുകെ പിടിച്ച് ഞാൻ തിരിഞ്ഞപ്പോൾ ആരോ ഉച്ചത്തിൽ നിലവിളിച്ച് ചോദിക്കുന്നു. ആരുടെയെങ്കിലും കയ്യിൽ ആഹാരം വല്ലതുമുണ്ടോ? ഗുരുവിന്റെ കൂടെ നിന്ന് 12 ശിഷ്യന്മാർ ആഹാരമുണ്ടോ എന്ന് തിരയുന്നു. എന്റെ കയ്യിലെ പൊതി ഒളിപ്പിക്കാൻ ഞാൻ ശ്രമം നടത്തി. പക്ഷെ അവരിൽ ഒരാൾ എന്റെ പൊതി കണ്ടു. അയാൾ ബലമായി എടുത്ത് തുറന്നു നോക്കി. ഇവിടെ ഒരു ബാലന്റെ കയ്യിൽ 5 ഏത്തപ്പവും 2 മീനുമുണ്ട്. അയാൾ ഗുരുവിനോട് വിളിച്ചു പറഞ്ഞു. ആളുകളെ ഇരുത്തുകയെന്ന് അദ്ദേഹം കൽപ്പിച്ചു. എന്റെ കയ്യിലെ പൊതി എടുത്ത് അയാൾ ഗുരുവിന്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് എടുത്ത് കയ്യിൽ വെച്ച് സ്വർഗത്തിലേക്ക് വാഴ്ത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ഹൃദയം നീറി. അമ്മയോട് ഇനി ഞാൻ എന്ത് പറയും? വീണ്ടും മലയടിവാരം വരെ പോയി അപ്പം വാങ്ങാൻ കാശില്ല. അവിടെ വരെ എത്താൻ സമയമില്ല. വേദനയോടെ വെറും കൈയായി തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ആൾക്കൂട്ടം മുഴുവൻ പുല്ല് നിരന്നിരിക്കുന്നു കഴിക്കുന്നു. കുറെ പേർക്ക് അവർ കൊടുത്തു കഴിഞ്ഞു. അപ്പം മാത്രമല്ല, മീനും കൊടുക്കുന്നു. ഇതെന്ത് അത്ഭുതമാണ്! 5 അപ്പവും 2 മീനും മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ഈ ഗുരു വേറെ അത്ഭുതങ്ങൾ ചെയ്തു അത്രേ. യേശു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവർ എന്നോട് പുല്ലിൽ ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് കിട്ടി കൈ നിറയെ അപ്പവും മീനും. തൃപ്തിയായി കഴിച്ചു. ഒരു വലിയ പൊതി അപ്പവും മീനുമായി ഞാൻ വീണ്ടും മല കയറാൻ തുടങ്ങി. എന്റെ കയ്യിലെ പൊതി കാണുമ്പോൾ അമ്മ ഒരുപാട് സന്തോഷിക്കും. ആ ഗുരുവിനെ പറ്റി അമ്മയോട് പറയണം. ഈ മലമുകളിലുള്ള സകലരോടും പറയണം. അദ്ദേഹത്തെ അനുഗമിക്കാൻ പറയണം. അനുഗമിച്ചാൽ മാത്രം മതിയെന്നേ. അത്ഭുതങ്ങൾ ഇനിയും ധാരാളം കാണും.